ऐसा लग रहा है कि पहला अंतर्राष्ट्रीय योगा दिवस जैसे अभी अभी ही गया है, क्योंकि योगा के प्रति जो उमंग और उत्साह का माहौल बना है, पूरा विश्व एक योगा कम्युनिटी के रूप में परिवर्तित हो गया है। पूरी धरती माता जैसे योगा के लिए एक प्लेटफॉर्म बन गई है और व्यक्ति की समष्टि तक की यात्रा का एक आधार बन गई है। अब लोग योगा को सिर्फ आरोग्य नहीं, एक वेलनेस के लिए महत्वपूर्ण जीवन का अंग मानने लगे हैं। आज जब हम दूसरे अंतर्राष्ट्रीय योगा पर्व को मनाने जा रहे हैं, तब मेरी विश्व भर के योगा प्रेमियों को बहुत बहुत शुभकामनाएं हैं और मुझे विश्वास है कि पूरा विश्व इस योगा आंदोलन के साथ जुड़ता चला जाएगा, वेलनेस की ओर आगे बढ़ता चला जाएगा और व्यक्ति और समष्टि का योग मिलन सुनिश्चित हो जाएगा। योग केवल व्यायाम नहीं है। योग एक तनावग्रस्त व्यक्ति का तनाव वापस लेता है, दूर करके उसे तनाव रहित बनाता है। योग अशांत मन को शांत करता है। इसलिए आइए हम सब योग को अपनाएं, अपना मन भी शांत करें और विश्व शांति के मार्ग पर आगे बढ़ें। योग भारत की सांस्कृतिक विरासत है। आज योग पूरे विश्व में फैल रहा है और इसके विस्तार के पीछे अनेक योग गुरुओं का योगदान रहा है। योग के द्वारा पूरे विश्व में लोग आरोग्यवर्धक और रोग निदान का लाभ उठा रहे हैं। विश्व योग दिवस के सफल आयोजन हेतु मेरी शुभकामनाएं। ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ആയുഷ് മന്ത്രാലയം ഭാരത സർക്കാരിൻ്റെ നേതൃത്വത്തിൽ രാജ്പഥ് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച യോഗ പ്രദർശനത്തിന് നേതൃത്വം വഹിച്ചത്. സമസ്ത ലോകവും പൂർണ്ണ ഉത്സാഹത്തോടെ 2015 ജൂൺ 21 പ്രഥമ അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിച്ചു. ഈ അവിസ്മരണീയ സന്ദർഭത്തിൽ 2 ലോക റെക്കോർഡുകളുണ്ടായി. 35,985 പേർ ഭാഗഭാക്കായ യോഗയുടെ ഏറ്റവും വലിയ യജ്ഞം. പിന്നെ യോഗയുടെ ഒരൊറ്റ യജ്ഞത്തിൽ ഏറ്റവുമധികം രാജ്യങ്ങളിലെ, അതായത് 84 രാജ്യങ്ങളിലെ പൗരന്മാർ പങ്കെടുത്തു. ലോകമെമ്പാടും നിന്നുള്ള കോടിക്കണക്കിന് ആളുകൾ പൂർണ്ണ ഉത്സാഹത്തോടും ആവേശത്തോടും കൂടി പ്രഥമ വിശ്വ യോഗ ദിനം ആചരിച്ചു. യോഗ പ്രധാനമായും ഒരു ആധ്യാത്മിക വിജ്ഞാന ശാഖയാണ്. ഇത് വിശേഷിച്ചും പരിഷ്കൃത ശാസ്ത്രത്തെ ആധാരമാക്കിയുള്ളതാണ്. ഇത് ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഒരു കലയും ശാസ്ത്രവുമാണ്. യോഗ എന്ന വാക്കിൻ്റെ ഉദ്ഭവം സംസ്കൃതത്തിലെ യുഗ് എന്ന വാക്കിൽ നിന്നാണ്. ഇതിൻ്റെ അർത്ഥം ചേരുക അല്ലെങ്കിൽ ഒത്തൊരുമിക്കുക എന്നാണ്. യോഗയെക്കുറിച്ചുള്ള ലേഖനങ്ങളുടെ അടിസ്ഥാനത്തിൽ യോഗാഭ്യാസം വ്യക്തിഗതമായ ചേതനയെ സാർവഭൗമിക ചേതനയുമായി ചേർക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്നു. അതുവഴി മനസ്സും ശരീരവും മനുഷ്യനും പ്രകൃതിയും തമ്മിൽ മികവുറ്റൊരു സന്തുലനം നിലനിൽക്കാൻ വേണ്ടി. യോഗയുടെ ശാസ്ത്രം ഉത്ഭവിച്ചത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ധാർമ്മികതയുടെയും വിശ്വാസത്തിൻ്റെയും ആദ്യത്തെ വ്യവസ്ഥകൾ ജന്മമെടുക്കുന്നതിനു മുൻപാണ്. യോഗയെക്കുറിച്ചുള്ള ലേഖനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ യോഗി അഥവാ ആദിയോഗിയായ ശിവൻ തൻ്റെ ഗഹനമായ അറിവുകൾ 7 ശിഷ്യന്മാർക്ക്, പ്രസിദ്ധരായ സപ്തർഷികൾക്ക്, അതായത് 7 മനുഷ്യർക്ക് പറഞ്ഞുകൊടുത്തു. യോഗ പുരാതന വേദകാലം തൊട്ടു തന്നെ പ്രയോഗത്തിൽ കൊണ്ടുവന്നിരുന്നു. എന്നാൽ ആധുനിക യോഗയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മഹർഷി പതഞ്ജലിയാണ് അന്നത്തെ കാലത്തെ അഭ്യാസങ്ങൾ തൻ്റെ യോഗസൂത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ സുവ്യവസ്ഥിതവും സംഹിതാബദ്ധവുമാക്കിയത്. പിന്നീട് അനേകം യോഗാചാര്യന്മാർ
ഈ വിദ്യ സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും വേണ്ടി തങ്ങളുടെ സംഭാവനയേകി ആശ്ചര്യജനകമായ ഈ അഭ്യാസത്തെ വ്യാപിപ്പിച്ചു. നിലവിൽ യോഗയുടെ വിവിധ വിദ്യാലയങ്ങളുണ്ട്. അതിൽ ജ്ഞാനയോഗ, ഭക്തിയോഗ, കർമ്മയോഗ, പാതഞ്ജല യോഗ, ഹഠ് യോഗ, കുണ്ടലിനി യോഗ, ധ്യാനയോഗ, മന്ത്രയോഗ, ലയ യോഗ, ജൈൻ യോഗ, ബൗദ്ധയോഗ എന്നിവ ഉൾപ്പെടുന്നു. ഓരോ വിദ്യാലയത്തിനും അതിൻ്റേതായ പദ്ധതികളും അഭ്യാസങ്ങളുമുണ്ട്. അവ യോഗയുടെ മുഖ്യ ലക്ഷ്യത്തിലേക്കും ഉദ്ദേശങ്ങളിലേക്കും മാർഗദർശനമരുളുന്നു. പ്രധാനമായും അഭ്യാസത്തിൽ കൊണ്ടുവരുന്ന ചില യോഗ സാധനങ്ങളാണ് യമ, നിയമ, ആസന, പ്രാണായാമം, പ്രത്യാഹാർ, ധാരണ, ധ്യാനം, സമാധി, ബന്ധ, മുദ്ര, ഷഡ്കർമ്മം, യുക്താഹാർ, മന്ത്രജപം, പിന്നെ യുക്തകർമ്മം. യോഗ അഭ്യസിക്കുന്നവർ യോഗാഭ്യാസം ചെയ്യുന്ന സമയത്ത് ഇവിടെ പറയാൻ പോകുന്ന ചില നിർദ്ദേശങ്ങളും സിദ്ധാന്തങ്ങളും പാലിക്കേണ്ടതാണ്. അഭ്യാസത്തിന് മുൻപ് യോഗാഭ്യാസം ശാന്തവും സന്തോഷകരവുമായ അന്തരീക്ഷത്തിൽ നിശ്ചിന്തമായ ശരീരത്തോടും മനസ്സോടും കൂടിയാണ് ചെയ്യേണ്ടത്. ഇത് വെറും വയറ്റിൽ അല്ലെങ്കിൽ അല്പം വല്ലതും കഴിച്ചിട്ട് ചെയ്യാം. നിങ്ങൾക്ക് തളർച്ച അനുഭവപ്പെടുകയാണെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ തേൻ ചേർത്ത് കുടിക്കുക. ശരീരചലനങ്ങൾ സുഗമമാക്കുന്നതിന് അയഞ്ഞതും സൗകര്യപ്രദവുമായ പരുത്തി വസ്ത്രങ്ങൾക്ക് മുൻഗണന നൽകണം. എന്തെങ്കിലും പഴകിയ രോഗമോ വേദനയോ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ യോഗാഭ്യാസം ചെയ്യുന്നതിന് മുൻപ് ഏതെങ്കിലും ചികിത്സകൻ്റെയോ യോഗ ചികിത്സകൻ്റെയോ ഉപദേശം തേടുക. അഭ്യാസത്തിൻ്റെ വേളയിൽ അഭ്യാസ സൂത്രങ്ങൾ പ്രാർത്ഥന അല്ലെങ്കിൽ വന്ദനത്തോടെയാണ് ആരംഭിക്കേണ്ടത്. കാരണം ഇതുമൂലം മനഃശാന്തിക്ക് വേണ്ടി സഹായകമായൊരു അന്തരീക്ഷമൊരുങ്ങുന്നു. യോഗാഭ്യാസം സാവധാനം സമ്മർദ്ദരഹിതമായ രീതിയിൽ ശരീരവും ശ്വാസവും ഏകാഗ്രമാക്കിക്കൊണ്ട് ചെയ്യണം. തടഞ്ഞു നിർത്തരുതെന്ന് ആവശ്യപ്പെടാത്തിടത്തോളം ശ്വാസം തടഞ്ഞു നിർത്താതിരിക്കുക. ശരീരം ബലപ്പെടുത്തുകയോ പിടപ്പിക്കുകയോ ചെയ്യരുത്. അഭ്യാസങ്ങൾ അവരവരുടെ ശേഷിയനുസരിച്ച് ചെയ്യുക. ഇതിൻ്റെ അവസാനം ഗഹനമായ മൗനം അല്ലെങ്കിൽ ശാന്തിപാഠത്തോടു കൂടി ചെയ്യുക. അഭ്യാസം കഴിഞ്ഞ് 20-30 മിനിറ്റിന് ശേഷം മാത്രം കുളിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യുന്നതാണ് നല്ലത്. യോഗയുടെ ലോകത്തേക്ക് താങ്കൾക്ക് സ്വാഗതം. അറിവിൻ്റെ നിസ്തുല ലോകത്തേക്ക് താങ്കൾക്ക് സ്വാഗതം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്രസക്തവും ഗുണകരവുമായിരുന്നതുപോലെ ഇന്നും ഇത് അങ്ങനെ തന്നെയാണ്. संगच्छध्वं संवदध्वं संगच्छध्वं संवदध्वं संवो मनांसि जानतां संवो मनांसि जानतां देवाभागं यथा पूर्वे संजानाना उपासते संजानाना उपासते संजानाना उपासते संजानाना उपासते संजानाना उपासते संजानाना उपासते. യോഗയുടെ ലോകത്തേക്ക് താങ്കൾക്ക് സ്വാഗതം. വരൂ,
ഇനി നമുക്ക് യോഗ സാധനയുടെ അഭ്യാസ ചലനക്രിയകൾ അഥവാ ശിഥിലതാ അഭ്യാസങ്ങൾ ചെയ്യാം. ഇത് ശരീരത്തിൽ സൂക്ഷ്മമായി രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു. കഴുത്തിൻ്റെ വ്യായാമം. കഴുത്ത് മുന്നോട്ടും പിന്നോട്ടും കുനിക്കുക. സചേത മുദ്രയിൽ നിൽക്കുക. കാലുകൾ സൗകര്യപ്രദമായ രീതിയിൽ പരമാവധി അകറ്റിവെക്കുക. കൈകൾ ഇടുപ്പിൽ വയ്ക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ശിരസ് സാവധാനം മുന്നോട്ട് കുനിച്ചുകൊണ്ട് കീഴ്ത്താടി നെഞ്ചത്ത് മുട്ടിക്കാൻ ശ്രമിക്കുക. ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് ശിരസ് പരമാവധി പിന്നോട്ട് വളച്ച് ശ്വാസം എടുത്തുകൊണ്ട് ശിരസ് പൂർവ്വസ്ഥാനത്ത് കൊണ്ടുവരിക. കഴുത്ത് ഇടത്തോട്ടും വലത്തോട്ടും ചരിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ശിരസ് സാവധാനം വലത്തോട്ട് ചരിച്ച് ചെവി ചുമലിനോട് കഴിയുന്നിടത്തോളം അടുപ്പിച്ചു പിടിക്കുക. ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് ശിരസ് പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരിക. ശ്വാസം വിട്ടുകൊണ്ട് ശിരസ് ഇടത്തോട്ട് ചരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ശിരസ് പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരിക. ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ശിരസ് സാവധാനം വലത്തോട്ട് കീഴ്ത്താടി ചുമലിനു നേരെ വരുന്നതുവരെ തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ശിരസ് പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരിക. ശ്വാസം വിട്ടുകൊണ്ട് ശിരസ് ഇടത്തോട്ട് തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ശിരസ് പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരിക. കഴുത്ത് ചുറ്റിക്കുക. ശിരസ് മുന്നോട്ട് കുനിച്ചുകൊണ്ട് കീഴ്ത്താടി നെഞ്ചത്ത് സ്പർശിക്കുവാൻ ശ്രമിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ശിരസ് ക്ലോക്കിൻ്റെ സൂചിയുടെ ദിശയിൽ തിരിച്ചുകൊണ്ട് ശിരസ് താഴേക്ക് കൊണ്ടുവരുമ്പോൾ ശ്വാസം വിടുക. ശിരസ് ക്ലോക്കിൻ്റെ സൂചിയുടെ വിപരീത ദിശയിലേക്ക് തിരിക്കുക. കഴുത്തിനു ചുറ്റും വലിച്ചിലും കഴുത്തിൻ്റെ സന്ധികളിലും മാംസപേശികളിലും അയവും കഴുത്തിൻ്റെ സമ്മർദ്ദം അകന്നുപോയതായും അനുഭവിച്ചറിയുക. കഴുത്തിനു വേദനയും സ്പോണ്ടിലൈറ്റിസും ഉള്ളവർ ഈ വ്യായാമം സാവകാശമാണ് ചെയ്യേണ്ടത്. സ്കന്ധസഞ്ചാലനം. പാദങ്ങൾ രണ്ടും ചേർത്ത് വയ്ക്കുക. പാദം മുതൽ ശിരസ് വരെ ഉടൽ നേരെ വയ്ക്കുക. കൈകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തുക. കൈവെള്ള മുകളിലേക്കായിരിക്കണം. ശ്വാസം വിട്ടുകൊണ്ട് രണ്ട് കൈകളും പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരിക. കൈകൾ മുകളിലേക്ക് ഉയർത്തുമ്പോൾ അത് ശിരസിൽ സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ കൈകൾ താഴേക്ക് കൊണ്ടുവരുമ്പോൾ തുടയിൽ സ്പർശിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. വിരലുകൾ ചേർത്ത് വെച്ച് രണ്ട് കൈവെള്ളകളും പൂർണ്ണമായും തുറക്കുക. സ്കന്ധചക്രം. നേരെ നിവർന്നു നിൽക്കുക. ഇടതു കൈവിരലുകൾ ഇടതു ചുമലിൽ വയ്ക്കുക. അതേപോലെ വലതു കൈവിരലുകൾ വലതു ചുമലിലും വയ്ക്കുക. കൈമുട്ടുകൾ രണ്ടും വൃത്താകൃതിയിൽ കറക്കുക. കൈമുട്ട് മുന്നോട്ട് കറക്കിക്കൊണ്ട് വക്ഷപ്രദേശത്ത് സ്പർശിക്കാൻ ശ്രമിക്കുക. കൈമുട്ടുകൾ ചുറ്റിക്കുമ്പോൾ അത് ചെവിക്ക് സമീപം കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതേപോലെ വിപരീത ദിശയിൽ ഭുജങ്ങൾ വലിച്ചു ചുറ്റിക്കുക. ഈ വേളയിൽ ഭുജങ്ങൾ ശരീരത്തിൽ സ്പർശിക്കുവാൻ ശ്രമിക്കുക. ഈ ക്രിയ വലതുനിന്ന് ഇടത്തോട്ടും ഇടതുനിന്ന് വലത്തോട്ടും 5 തവണ ആവർത്തിക്കുക. ഈ ക്രിയ അഭ്യസിച്ചാൽ എല്ലുകൾക്കും മാംസപേശികൾക്കും സ്കന്ധപ്രദേശത്തിലെ ഞരമ്പുകൾക്കും ആരോഗ്യമുണ്ടാകുന്നു. ഈ അഭ്യാസം കഴുത്തിൻ്റെ നട്ടെല്ലിൻ്റെ സെർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ് രോഗം അകറ്റുവാൻ സഹായകമാണ്. ഉടൽ തിരിക്കുക. കാലുകൾ തമ്മിൽ 2 അടി അകത്തി വയ്ക്കുക. കൈകൾ രണ്ടും നെഞ്ചിൻ്റെ ഉയരത്തിൽ കൈവെള്ള രണ്ടും അഭിമുഖമായി വരത്തക്ക വിധത്തിൽ ഉയർത്തിപ്പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ശരീരം ഇടത്തെ കൈവെള്ള വലതു തോളിൽ സ്പർശിക്കുന്ന വിധത്തിൽ വലത്തോട്ട് തിരിയുക. ശ്വാസം എടുത്തുകൊണ്ട് പൂർവ്വസ്ഥിതിയിൽ വരിക. ഇനി ശ്വാസം വിട്ടുകൊണ്ട് വലത്തെ കൈവെള്ള ഇടതു തോളിൽ സ്പർശിക്കുന്ന വിധത്തിൽ ഇടത്തോട്ട് തിരിയുക. ശ്വാസം എടുത്തുകൊണ്ട് പൂർവ്വസ്ഥിതിയിൽ വരിക. ഇത് ആവർത്തിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം ചെയ്യുക. നട്ടെല്ല്, ഡിസ്ക് സംബന്ധമായ പ്രശ്നമുള്ളവരും
മാസമുറയുള്ളപ്പോഴും ഈ വ്യായാമം ചെയ്യരുത്. നിൽക്കുന്ന മുദ്രയിൽ വിശ്രമിക്കുക. മുട്ടുകൾ ചലിപ്പിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഭുജംഗങ്ങൾ തോൾ വരെ ഉയർത്തുക. ശ്വാസം വിടുക. മുട്ടുകൾ മടക്കി ശരീരത്തെ ശൂന്യമുദ്രയിൽ താഴേക്ക് കൊണ്ടുവരിക. ശ്വാസം എടുത്തുകൊണ്ട് ശരീരം നേരെയാക്കുക. ഇത് 2 തവണ ആവർത്തിക്കുക. ഈ വ്യായാമം കൊണ്ട് മുട്ടിൻ്റെയും ഇടുപ്പിൻ്റെയും സന്ധികൾ ബലപ്പെടുന്നു. അക്യൂട്ട് ആർത്രൈറ്റിസിൻ്റെ പ്രശ്നമുള്ളവർ ഈ വ്യായാമം ചെയ്യരുത്. കൈകൾ താഴേക്ക് കൊണ്ടുവരുമ്പോൾ ശ്വാസം വിടുക. വരൂ, ഇനി യോഗാസനത്തിലേക്ക് നീങ്ങാം. താടാസനം. താട് ഒരു വൃക്ഷത്തിൻ്റെ പേരാണ്. കാലുകൾ തമ്മിൽ 2 ഇഞ്ചിൻ്റെ അകലം വയ്ക്കുക. വിരലുകൾ ചേർത്ത് വച്ച് കൈക്കുഴ വെളിയിലേക്ക് തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഭുജംഗങ്ങൾ മുകളിലേക്ക് ഉയർത്തി തോളുകൾക്ക് നേരെ കൊണ്ടുവരിക. ഉപ്പൂറ്റി ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തി പെരുവിരലിൽ കുത്തി നിൽക്കുക. ഈ സ്ഥിതിയിൽ 10-15 സെക്കൻഡ് നിൽക്കുക. ഈ ആസനം ശരീരത്തിന് ബലം നൽകുന്നു. നട്ടെല്ലുമായി ബന്ധപ്പെട്ട ഞരമ്പുകളുടെ സാന്ദ്രത ശരിയാക്കുവാൻ സഹായിക്കുന്നു. തെറ്റായ മുദ്രകൾ ശരിയാക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് ഉപ്പൂറ്റി താഴേക്ക് കൊണ്ടുവരിക. വിരലുകൾ അയയ്ക്കുക. കൈകൾ ഉടലിന് സമാന്തരമായി താഴേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നിൽക്കുന്ന മുദ്രയിൽ തിരികെ വരിക. വൃക്ഷാസനം. വൃക്ഷ് എന്നുവെച്ചാൽ മരം. പാദങ്ങൾ പരസ്പരം 2 ഇഞ്ച് അകലത്തിൽ ഉറച്ചു നിൽക്കുക. മുൻപിലുള്ള ഒരു ബിന്ദുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസം വെളിയിലേക്ക് വിട്ടുകൊണ്ട് വലതുകാല് മടക്കി പാദം ഇടതു തുടയുടെ മധ്യത്തിൽ വയ്ക്കുക. അഭ്യാസം ചെയ്യുമ്പോൾ ഉപ്പൂറ്റി മൂലാധാരത്തിൽ ചേർന്നിരിക്കണം. ശ്വാസം ഉള്ളിലേക്കെടുക്കുക. കൈകൾ മുകളിലേക്ക് ഉയർത്തി കൈവെള്ളകൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. ഈ സ്ഥിതിയിൽ 10-15 സെക്കൻഡ് നേരം തുടർന്ന് സാധാരണ പോലെ ശ്വാസമെടുക്കുക. ഇതുമൂലം ഞരമ്പുകളും മാംസപേശികളും തമ്മിലുള്ള സമന്വയം മികവുറ്റതാകുന്നു. ബലവും ഏകാഗ്രതയും വർദ്ധിക്കുന്നു. ആർത്രൈറ്റിസും അമിതവണ്ണവുമുള്ളവർ ഈ അഭ്യാസം ചെയ്യരുത്. ശ്വാസം വിടുക. എന്നിട്ട് കൈകളും വലതുകാലും താഴേക്ക് കൊണ്ടുവരിക. ആസനം ആവർത്തിക്കുക. ഈ ആസനം ഇടതുകാലുകൊണ്ടും അഭ്യസിക്കുക. ഇടതുകാൽ മടക്കി പാദം വലതു തുടയുടെ മധ്യത്തിൽ വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് കൈകൾ മുകളിലേക്ക് ഉയർത്തി കൈവെള്ളകൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. പാദഹസ്താസനം. പാദം എന്നുവെച്ചാൽ കാല്, ഹസ്തം എന്നുവെച്ചാൽ കയ്യ്. സാവകാശം ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുക. ശരീരം ഉടലിൽ നിന്ന് മുകളിലേക്ക് വലിച്ചു പിടിക്കുക. ശരീരം വിട്ടുകൊണ്ട് മുന്നിലേക്ക് കുനിഞ്ഞ് കൈവെള്ള നിലത്ത് സ്പർശിക്കുക. ഈ അവസ്ഥയിൽ 10 മുതൽ 30 സെക്കൻഡ് നേരം വരെ തുടരുക. നടുവേദനയുടെ പ്രശ്നമുള്ളവർ തങ്ങളുടെ ശേഷി അനുസരിച്ച് മാത്രം കുനിയുക. ഇനി ശ്വാസം ഉള്ളിലേക്കെടുത്ത് സാവകാശം നേരെ നിവർന്നു നിന്നുകൊണ്ട് കൈകൾ ശിരസിന് മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് സാവകാശം ഈ ക്രിയ വിപരീത ക്രമത്തിൽ ചെയ്തുകൊണ്ട് പ്രാരംഭാവസ്ഥയിലേക്ക് വരിക. വിശ്രമിക്കുക. അർദ്ധചക്രാസനം. ഇരു കൈകൾ കൊണ്ടും ഇടുപ്പ് താങ്ങിപ്പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ശിരസ് പിന്നിലേക്ക് വളയ്ക്കുക. കഴുത്തിൻ്റെ മാംസപേശികൾ വലിക്കുക. നട്ടെല്ലിൻ്റെ താഴ്ഭാഗത്തേക്ക് ആയി പിന്നിലേക്ക് വളയുക. സാധാരണ ശ്വാസം എടുത്തുകൊണ്ട് വിശ്രമിക്കുക. ഈ സ്ഥിതിയിൽ 10 മുതൽ 30 സെക്കൻഡ് വരെ തുടരുക. അർദ്ധചക്രാസനം നട്ടെല്ല് ഫ്ലെക്സിബിളാക്കുന്നു. നട്ടെല്ലിലെ ഞരമ്പുകൾക്ക് ബലം പകരുന്നു. ശ്വാസമെടുക്കാനുള്ള ശക്തി മികവുറ്റതാക്കുന്നു. ശ്വാസമെടുത്തുകൊണ്ട് ക്രമേണ പൂർവ്വസ്ഥിതിയിലേക്ക് വന്നിട്ട് വിശ്രമിക്കുക. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ സാവകാശം വേണം കുനിയുവാൻ. ത്രികോണാസനം.
ത്രികോണം എന്നതിനർത്ഥം ത്രിഭുജം. കാലുകൾ രണ്ടും പരസ്പരം സൗകര്യപ്രദമായ രീതിയിൽ വച്ച് നിവർന്നു നിൽക്കുക. കൈകൾ സാവകാശം ഇരുവശങ്ങളിലേക്കുമായി ഉയർത്തിപ്പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് സാവകാശം വലതുവശത്തേക്ക് കുനിഞ്ഞ് വലത് കൈയ്യ് വലത് കാലിന് പിന്നിലായി വയ്ക്കുക. ഇടതു കൈയ്യ് വലത് കൈയുമായി നേർരേഖയിൽ വരത്തക്കവണ്ണം പിടിക്കുക. സാധാരണ പോലെ ശ്വാസം എടുത്തുകൊണ്ട് ഈ സ്ഥിതിയിൽ 10 മുതൽ 30 സെക്കൻഡ് നേരം വരെ നിൽക്കുക. ഇത് പരന്ന കാൽപ്പത്തി തടയുന്നു. കണങ്കാൽ, തുട, ഇടുപ്പിലെ മാംസപേശികൾ എന്നിവയ്ക്ക് കരുത്ത് പ്രദാനം ചെയ്യുന്നു. നട്ടെല്ല് അയവുള്ളതാക്കി തീർക്കുന്നു. ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് സാവകാശം പൂർവ്വസ്ഥിതിയിൽ വരിക. ഇടതുവശത്തേക്കും ഇതേപോലെ തുടരുക. സ്ലിപ്പ് ഡിസ്കും ഷിയാറ്റിക്കയുമുള്ളവരും ഉദര ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരും ഈ ആസനം ചെയ്യരുത്. അവരവരുടെ ശാരീരിക പരിധിക്ക് പുറത്തു പോകരുത്. ഭദ്രാസനം. വരൂ, ഇനി ഇരുന്നു കൊണ്ടുള്ള മുദ്രകൾക്ക് വേണ്ടി തയ്യാറായിക്കോളൂ. ഭദ്ര എന്നതിനർത്ഥം ദൃഢം. കാലുകൾ മുന്നിലേക്ക് നീട്ടിവെച്ച് ഇരിക്കുക. കൈകൾ ഇടുപ്പിനടുത്ത് വയ്ക്കുക. ഇതാണ് ദണ്ഡാസനം. ഇനി പാദങ്ങൾ രണ്ടും ചേർത്ത് വയ്ക്കുക. ശ്വാസം വിടുക. എന്നിട്ട് കൈകൾ കൊണ്ട് കാലിൻ്റെ പെരുവിരലിൽ പിടിക്കുക. ഉപ്പൂറ്റി കഴിയുന്നിടത്തോളം മൂലാധാരത്തിലേക്ക് കൊണ്ടുവരിക. ഇത് അന്തിമസ്ഥിതിയാണ്. ഈ സ്ഥിതിയിൽ കുറച്ചു നേരം തുടരുക. ഭദ്രാസൻ ശരീരത്തിന് ദൃഢത പകരുന്നു. മസ്തിഷ്കം സുസ്ഥിരമാക്കുന്നു. ഇനി കാലുകൾ വലിച്ചെടുത്ത് വിശ്രമാവസ്ഥയിൽ തുടരുക. അക്യൂട്ട് ആർത്രൈറ്റിസ്, ഷിയാറ്റിക എന്നിവയുള്ളവർ ഈ അഭ്യാസം ചെയ്യരുത്. വജ്രാസനം. ഏറ്റവും ആദ്യം ദണ്ഡാസനത്തിലിരിക്കുക. കാലുകൾ മടക്കി ഉപ്പൂറ്റിയിന്മേൽ ഇരിക്കുക. തുടകൾ ചേർത്ത് വയ്ക്കുക. പെരുവിരൽ പരസ്പരം ചേർന്നിരിക്കണം. കൈകൾ കാൽമുട്ടിൽ വയ്ക്കുക. ശിരസ് മുതൽ പാദം വരെ ശരീരം നിവർന്നിരിക്കണം. ഈ ആസനത്തിന് വജ്രാസനം എന്ന് പറയുന്നു. അർദ്ധ ഉഷ്ട്രാസനം. ഏറ്റവും ആദ്യം വജ്രാസനത്തിൽ ഇരിക്കുക. കാൽമുട്ടുകളുടെ ബലത്തിൽ നിൽക്കുക. കൈകൾ വിരലുകൾ താഴേക്കാകുന്ന വിധത്തിൽ ഇടുപ്പിൽ പിടിക്കുക. കൈമുട്ടുകളും ചുമലും സമാന്തരമായി വയ്ക്കുക. ഇനി ശിരസ് പിന്നിലേക്ക് വളച്ചുകൊണ്ട് ഗ്രീവയുടെ മാംസപേശികൾ വലിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഉടല് പരമാവധി പിന്നിലേക്ക് വളയ്ക്കുക. ശ്വാസം വെളിയിലേക്ക് വിട്ടുകൊണ്ട് ഈ സ്ഥിതിയിൽ ശിഥിലമാവുക. സാധാരണഗതിയിൽ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് ഈ സ്ഥിതിയിൽ 10 മുതൽ 30 സെക്കൻഡ് വരെ തുടരുക. ഈ യോഗാഭ്യാസം കൊണ്ട് ഇടുപ്പിലെയും കഴുത്തിലെയും മാംസപേശികൾക്ക് കരുത്തുണ്ടാകുന്നു. മലബന്ധത്തിലും നടുവേദനയിലും നിന്ന് മോചനം ലഭിക്കുന്നു. ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് തിരികെ വജ്രാസനത്തിൽ ഇരിക്കുക. ശിഥിലമാവുക. ഉഷ്ട്രാസനം. വജ്രാസനത്തിലിരിക്കുക. കാൽമുട്ടുകൾ ഭൂമിയിൽ മുട്ടിച്ചുകൊണ്ട് 2 കാലിൻ്റെയും തുടകളും പാദങ്ങളും പരസ്പരം ചേർത്ത് വയ്ക്കുക. കാൽമുട്ടും പാദവും തമ്മിൽ ഏതാനും ഇഞ്ചുകളുടെ അകലം പാലിച്ചുകൊണ്ട് മുട്ടുകളുടെ ബലത്തിൽ നിൽക്കുക. ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് സാവകാശം പിന്നിലേക്ക് വളയുക. സാവകാശം വലതേ കൈകൊണ്ട് വലതേ ഉപ്പൂറ്റിയിലും ഇടതേ കൈകൊണ്ട് ഇടതേ ഉപ്പൂറ്റിയിലും പിടിക്കാൻ ശ്രമിക്കുക. പിന്നിലേക്ക് വളയുന്ന സമയത്ത് കഴുത്ത് പിടയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഉഷ്ട്രാസനം ദൃഷ്ടിദോഷത്തിന് അത്യന്തം ഗുണകരമാണ്. ഇത് പുറം വേദനയ്ക്കും കഴുത്തുവേദനയ്ക്കും ആശ്വാസം പകരുന്നു. ഇത് ഉദരത്തിലെയും നിതംബത്തിലെയും കൊഴുപ്പ് കുറയ്ക്കുവാൻ സഹായകമാകുന്നു. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരും ഹൃദ്രോഗികളും ഹെർണിയയുടെ രോഗികളും ഈ ആസനം ചെയ്യാൻ പാടില്ല. ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് വീണ്ടും വജ്രാസനത്തിൽ ഇരിക്കുക. ശിഥിലാവസ്ഥയിലേക്ക് വരിക. ശശാങ്കാസനം. ശശാങ്ക് എന്നതിനർത്ഥം മുയൽ.
കാലിൻ്റെ പെരുവിരൽ ചേർത്ത് വച്ചുകൊണ്ട് കാൽമുട്ടുകൾ പരമാവധി അകത്തി വയ്ക്കുക. ഉള്ളംകൈ മുട്ടുകൾക്കിടയിൽ വയ്ക്കുക. ശ്വാസം വിട്ടിട്ട് സാവകാശം നീണ്ട ശ്വാസം വലിക്കുക. മുന്നിലേക്ക് കുനിഞ്ഞ് താടി തറയിൽ മുട്ടിക്കുക. ഭുജങ്ങൾ സമാന്തരമായി വയ്ക്കുക. മുന്നിലേക്ക് നോക്കിക്കൊണ്ട് മുദ്രയിൽ തുടരുക. ഇത് പിരിമുറുക്കവും കോപവും കുറയ്ക്കാൻ സഹായകമാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് എഴുന്നേൽക്കുക. ശ്വാസം വിട്ടുകൊണ്ട് വജ്രാസനത്തിലേക്ക് തിരിച്ചു വരിക. പാദങ്ങൾ തിരികെ വിശ്രമാവസ്ഥയിൽ കൊണ്ടുവരിക. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് രോഗികൾ ഇത് ശ്രദ്ധാപൂർവം ചെയ്യുക. ഉത്താൻ മണ്ഡൂകാസനം. ഈ ആസനത്തിൽ ശരീരത്തിൻ്റെ സ്ഥിതി ഊർധ്വമണ്ഡൂകം പോലെയാകുന്നു. വജ്രാസനത്തിലിരിക്കുക. കാലിൻ്റെ പെരുവിരൽ ചേർത്ത് വച്ചുകൊണ്ട് കാൽമുട്ടുകൾ പരമാവധി അകത്തിവെക്കുക. ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തി ശിരസിന് പിന്നിലായി 2 കൈകളുടെയും ഉള്ളം കൈ വിപരീത ചുമലുകളിൽ വയ്ക്കുക. നടുവും കഴുത്തും നേരെ വച്ചുകൊണ്ട് കുറച്ചു നേരം ഈ സ്ഥിതിയിൽ തുടരുക. ഈ ആസനം നടുവേദനയും ഗ്രീവാവേദനയുമുള്ളവർക്ക് ആശ്വാസം പകരുന്നു. ഈ ആസനം ശരീരത്തിൻ്റെ മധ്യപടത്തിന് ഗുണകരമാണ്. ഇത് ശ്വാസകോശത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. മുട്ടുവേദനയും സന്ധിവേദനയുമുള്ളവർ ഈ ആസനം ഒഴിവാക്കേണ്ടതാണ്. തിരികെ ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് 2 കൈകളും സാവകാശം നേരെയാക്കുക. തിരികെ കാൽമുട്ടുകളിൽ വയ്ക്കുക. മുട്ടുകൾ ചേർത്ത് വച്ചുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. വക്രാസനം. വക്രം എന്നതിനർത്ഥം വളഞ്ഞത് അഥവാ നേരെയല്ലാത്ത. വലതുകാൽ മടക്കി പാദം ഇടതുകാലിൻ്റെ മുട്ടിനടുത്തായി വയ്ക്കുക. ഇടതുകൈയ്യ് വലതുമുട്ടിന് മുട്ടിച്ചുകൊണ്ട് ഉള്ളംകൈ വലതുപാദത്തിനരികിലായി വയ്ക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ശരീരവും കഴുത്തും വലത്തോട്ട് തിരിക്കുക. ഈ മുദ്രയിൽ വിശ്രമിക്കുക. ശിരസ് പിന്നിലേക്ക് തിരിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കൈ പുറത്തെടുക്കുക. കാലുകൾ വലിക്കുക. ഇനി തിരികെ വന്ന് വിശ്രമാസനത്തിൽ വിശ്രമിക്കുക. ഈ ആസനം നട്ടെല്ലിൻ്റെ അയവ് വർദ്ധിപ്പിക്കുന്നു. ഇത് മലബന്ധവും അജീർണവും അകറ്റുന്നു. പ്രമേഹം നിയന്ത്രിക്കാൻ സഹായകമാണ്. ഇത് എതിർദിശയിലേക്കും ആവർത്തിക്കുക. ശിരസ് പിന്നിലേക്ക് തിരിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കൈ പുറത്തെടുക്കുക. കാലുകൾ വലിക്കുക. ഇനി തിരികെ വന്ന് വിശ്രമാസനത്തിൽ വിശ്രമിക്കുക. മകരാസനം. മകർ എന്നുവെച്ചാൽ മുതല. കമിഴ്ന്ന് കിടക്കുക. കാലുകൾ രണ്ടും അകത്തി നീട്ടിവെക്കുക. കൈകൾ രണ്ടും മടക്കി വലതുകൈ ഇടതുകൈയിന്മേൽ വയ്ക്കുക. ശിരസ് കൈയിന്മേൽ വയ്ക്കുക. വിശ്രമിക്കുക. ഇതാണ് മകരാസനം. ഈ ആസനം അധോമുഖി മുദ്രകളിൽ വിശ്രമിക്കുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇത് മുതുകിൻ്റെ കീഴ്ഭാഗത്തിന് ആശ്വാസം പകരുന്നു. ഭുജംഗാസനം. ഇനി അധോമുഖി മുദ്രയ്ക്ക് വേണ്ടി തയ്യാറായിക്കോളൂ. ഭുജംഗ് എന്നതിനർത്ഥം സർപ്പം അഥവാ കോബ്ര. കമിഴ്ന്ന് കിടക്കുക. ശിരസ് കയ്യിന്മേൽ വയ്ക്കുക. ശരീരത്തിന് വിശ്രമം കൊടുക്കുക. ഇനി കാലുകൾ പരസ്പരം ചേർത്ത് വയ്ക്കുക. കൈകൾ വലിച്ചെടുക്കുക. നെറ്റിത്തടം ഭൂമിയിൽ വയ്ക്കുക. ഇനി കൈകൾ നെഞ്ചിനടുത്തായി വയ്ക്കുക. കൈമുട്ടുകൾ ഉയർത്തുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. താടിയും
പൊക്കിളിൻ്റെ ഭാഗം വരെയും മുകളിലേക്ക് ഉയർത്തുക. ഇതാണ് ഭുജംഗാസനം. ഈ ആസനം പിരിമുറക്കം നിയന്ത്രിക്കുന്നതിന് സർവോത്തമമാണ്. ഇത് നടുവേദനയും ശ്വാസസംബന്ധമായ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുവാൻ സഹായകമാണ്. ശ്വാസം വെളിയിലേക്ക് വിടുക. നെറ്റിത്തടം ഭൂമിയിൽ തന്നെ ഇരിക്കട്ടെ. കൈകൾ വലിച്ചെടുക്കുക. കാലുകൾ അകത്തിവെക്കുക. കൈകൾ മേലോട്ടുയർത്തി ശിരസ് കയ്യിന്മേൽ വയ്ക്കുക. വിശ്രമിക്കുക. ശലഭാസനം. ശലഭം എന്നതിനർത്ഥം പറവ. കമിഴ്ന്നു കിടക്കുക. കാലുകൾ പരസ്പരം ചേർത്ത് വയ്ക്കുക. ഇരു കൈകളും ശരീരത്തിൻ്റെ വശത്തായി വയ്ക്കുക. ഉള്ളം കൈ മുകളിലേക്കായിരിക്കണം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. കാൽമുട്ട് മടക്കാതെ കാലുകൾ പരമാവധി മുകളിലേക്ക് ഉയർത്തുക. ശരീരം ഭൂമിയിൽ നിന്ന് പരമാവധി ഉയരുന്നത്തക്ക വിധത്തിൽ കൈകളും കാലുകളും പരമാവധി അകത്തിവെക്കുക. ഈ സ്ഥിതിയിൽ വിശ്രമിക്കുക. ഈ ആസനം ഷിയാറ്റിക്ക, മുതുകിൻ്റെ അടിഭാഗത്തെ വേദന എന്നിവയ്ക്ക് ആശ്വാസം പകരുന്നു. ഇത് ഇടുപ്പിൻ്റെ മാംസപേശികൾക്ക് ആകാരം നൽകുന്നു. ഇനി ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ താഴെ ഭൂമിയിലേക്ക് കൊണ്ടുവരിക. കൈകൾ പുറത്തെടുക്കുക. ഭൂമിയിൽ വിശ്രമിക്കുക. ഹൃദയരോഗികൾക്ക് ഈ മുദ്ര ചെയ്യാൻ പാടില്ലാത്തതാണ്. സേതുബന്ധാസനം. ഊർധ്വമുഖി അഥവാ കമിഴ്ന്നു കിടന്നുകൊണ്ട് ചെയ്യാനുള്ള മുദ്രയിലേക്ക്. സേതുബന്ധ് എന്നതിനർത്ഥം പാലം നിർമ്മിക്കുക. കാലുകൾ പരസ്പരം ചേർത്ത് വയ്ക്കുക. കൈകൾ ശരീരത്തിൻ്റെ വശങ്ങളിലായി വയ്ക്കുക. രണ്ട് കാലുകളും പിന്നിലേക്ക് മടക്കി ഉപ്പൂറ്റി നിതംബത്തിനടുത്തേക്ക് കൊണ്ടുവരിക. ഉപ്പൂറ്റി രണ്ടും മുറുകെ പിടിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് സാവകാശം നിതംബവും ഉടലും പാലം നിർമ്മിക്കുന്നതിന് എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ഉയർത്തുക. സൗകര്യം പോലെ തുടരുക. ഇത് അന്തിമ മുദ്രയാണ്. ഈ ആസനം ഡിപ്രഷനും ആങ്സൈറ്റിയും കുറയ്ക്കുന്നു. ഇത് മുതുകിൻ്റെ കീഴ്ഭാഗത്തുള്ള മാംസപേശികൾ കരുത്തുറ്റതാക്കുന്നു. ഇനി ശ്വാസം വിട്ടുകൊണ്ട് സാവകാശം മൂലസ്ഥിതിയിലേക്ക് വരിക. വിശ്രമിക്കുക. കമിഴ്ന്നു കിടക്കുക. ദയവായി ശ്രദ്ധിക്കുക, 3 മാസം ഗർഭിണികളായ സ്ത്രീകൾ ഈ ആസനം ചെയ്യാതിരിക്കുക. ഉത്താനപാദാസനം. ഈ ആസനത്തിൽ കമിഴ്ന്നു കിടന്നുകൊണ്ട് കാലുകൾ മുകളിലേക്ക് ഉയർത്തുന്നു. ഈ കാരണത്താലാണ് ഈ ആസനം ഉത്താനപാദാസനം എന്നറിയപ്പെടുന്നത്. തറയിൽ സൗകര്യപൂർവം കമിഴ്ന്നു കിടക്കുക. കാലുകളുടെ സ്ഥിതി നേരെയും കൈകൾ ശരീരത്തിന് വശത്തും വയ്ക്കുക. ശ്വാസമെടുത്തുകൊണ്ട് മുട്ടുകൾ മടക്കാതെ സാവകാശം ഇരു കാലുകളും മുകളിലേക്ക് ഉയർത്തുക. 30 ഡിഗ്രി വരെ. സാധാരണ രീതിയിൽ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് ഈ അവസ്ഥയിൽ കുറച്ചു നേരം തുടരുക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം 2 കാലുകളും താഴേക്ക് കൊണ്ടുവന്ന് തറയിൽ വയ്ക്കുക. ഈ ആസനം നാഭീകേന്ദ്രം അഥവാ നാഭി മണിചക്രത്തിന് സന്തുലനം കൈവരുത്തുന്നു. അർദ്ധഹലാസനം. ഈ ആസനത്തിൽ ശരീരത്തിൻ്റെ സ്ഥിതി കൃഷിക്കുപയോഗിക്കുന്ന കലപ്പയുടെ അർദ്ധാകൃതി പോലെയാകുന്നു. ഇക്കാരണത്താലാണ് ഇതിന് ഹലാസനം എന്ന് പേര് വന്നത്. കമിഴ്ന്നു കിടക്കുക. 2 കൈകളും തുടയ്ക്ക് വശങ്ങളിലായി വയ്ക്കുക. കൈവെള്ള ഭൂമിയിൽ വയ്ക്കുക. മുട്ടുകൾ മടക്കാതെ കാലുകൾ സാവധാനം മുകളിലേക്ക് ഉയർത്തുക. ഏറ്റവും ആദ്യം കാലുകൾ 30 ഡിഗ്രി വരെ ഉയർത്തുക. അതിനുശേഷം 60 ഡിഗ്രിയുടെ കോണാക്കുക. ഇനി സാവകാശം കാലുകൾ 90 ഡിഗ്രി കോണിൻ്റെ സ്ഥിതിയിൽ കൊണ്ടുവരിക. ഇതാണ് അർദ്ധഹലാസനത്തിൻ്റെ പൂർണ്ണസ്ഥിതി. ഈ അവസ്ഥയിൽ ശരീരത്തിൻ്റെ സ്ഥിതി നിതംബത്തിൽ നിന്ന് തോളുവരെ നേരെയായിരിക്കണം. സാവധാനം കാലുകൾ തിരികെ ഭൂമിയിലേക്ക് കൊണ്ടുവരിക. ശ്രദ്ധിക്കുക, തിരികെ വരുന്ന അവസ്ഥയിൽ ശിരസ് ഭൂമിയിൽ നിന്ന് ഉയരരുത്. ഈ ആസനം പിരിമുറുക്കമുള്ള വ്യക്തികൾക്ക് വളരെ ഗുണകരമാണ്. എങ്കിലും അവർ ഇത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ആസനമാണിത്. മുതുകിൻ്റെ താഴ്ഭാഗത്ത് വേദനയുള്ളവർ
രണ്ട് കാലുകളും കൊണ്ട് ഈ ആസനം ചെയ്യാൻ പാടില്ല. പവനമുക്താസനം. കാൽമുട്ടുകൾ രണ്ടും മടക്കി തുടകൾ നെഞ്ചിനടുത്തേക്ക് കൊണ്ടുവരിക. കൈവിരലുകൾ പരസ്പരം കോർത്തുവച്ച് മുട്ടിനു താഴെ കണങ്കാലിൽ നല്ലവണ്ണം പിടിക്കുക. ശിരസ്സും ചുമലും ഉയർത്തി മുട്ടുകൾ താടിയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ഇതാണ് പവനമുക്താസനം. ഇത് മലബന്ധമകറ്റുന്നു, ഉദരവായുവിൽ നിന്ന് മോചനം നൽകുന്നു, പിന്നിലെ മാംസപേശികളും നട്ടെല്ലിൻ്റെ ഞരമ്പുകളും ശരിയാക്കുന്നു. ശിരസ് പിന്നിലേക്ക് കൊണ്ടുവരിക, ശ്വാസം വിടുക, കാലുകൾ വലിക്കുക, വിശ്രമിക്കുക. ഉദരത്തിൽ പരിക്കുകളും ഹെർണിയയും ഷിയാറ്റിക്കയും ഗർഭിണികളും ഈ അഭ്യാസം ചെയ്യാൻ പാടില്ല. ശവാസനം. ശവം എന്നതിനർത്ഥം മൃതശരീരം. ഈ ആസനം സമ്പൂർണ്ണ വിശ്രമത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. കൈകളും കാലുകളും നീട്ടിവച്ച് സൗകര്യപൂർവ്വം മലർന്നു കിടക്കുക. ഉള്ളംകൈ മുകളിലേക്കായിരിക്കണം. കണ്ണടച്ചു കിടക്കുക. ശരീരത്തിന് ജാഗ്രത ഭാവത്തിൽ വിശ്രമം നൽകുക. സ്വാഭാവിക ശ്വാസോച്ഛ്വാസം ചെയ്യുക. അത് ലയബദ്ധമായതായി അനുഭവിച്ചറിയുക. ഉണർവും ഉന്മേഷവും അനുഭവപ്പെടുന്നതുവരെ ഈ അവസ്ഥയിൽ തുടരുക. ഈ ആസനം എല്ലാവിധ പിരിമുറുക്കത്തിലും നിന്ന് മോചനം നൽകി ശരീരത്തിനും മസ്തിഷ്കത്തിനും ആശ്വാസം പകരുന്നു. ഇത് പിരിമുറുക്കത്തിനും അതിൻ്റെ ഫലങ്ങൾ നിയന്ത്രിക്കുന്നതിനും സഹായകമാണ്. കപാലഭാതി. ഇത് മസ്തിഷ്കത്തിൻ്റെ അഗ്രഭാഗത്തെ ശ്വസന കേന്ദ്രങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ധ്യാനത്തിൻ്റെ ഏതെങ്കിലും മുദ്രയിൽ ഇരിക്കുക. കണ്ണടച്ചുകൊണ്ട് ശരീരത്തിന് വിശ്രമം നൽകുക. ഗാഠമായി ശ്വാസമെടുത്തുകൊണ്ട് നെഞ്ച് വീർപ്പിക്കുക. ശ്വാസം ഉദരത്തിലെ മാംസപേശികൾ ബലമായി സങ്കോചിപ്പിച്ചുകൊണ്ട് പുറത്തു കളയുക. ശാന്തമായ ശ്വാസമെടുത്തുകൊണ്ട് സക്രിയ രൂപത്തിൽ പുറത്തുവിടുന്നത് തുടരുക. വീണ്ടും ഒരു നീണ്ട ശ്വാസമെടുക്കുക. സാവകാശം പുറത്തു വിട്ടിട്ട് വിശ്രമിക്കുക. ഇതാണ് കപാലഭാതിയുടെ ഒരു ചക്രം. ഓരോ ചക്രത്തിൻ്റെയും അവസാനം നീണ്ട ശ്വാസമെടുക്കേണ്ടതാണ്. ഇനി 2 ചക്രം കൂടി ചെയ്യാം. കപാലഭാതി മുന്നിലുള്ള വായുനാളികൾ ശുദ്ധമാക്കുന്നു. ഇത് കഫസംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സഹായകമാണ്. ഇത് ജലദോഷം, റൈനൈറ്റിസ്, സൈനസിറ്റിസ്, ആസ്മ, ശ്വാസസംബന്ധമായ രോഗങ്ങൾ എന്നിവയുടെ ചികിത്സയ്ക്ക് സഹായകമാണ്. ദയവായി ശ്രദ്ധിക്കുക, ഹൃദയ സംബന്ധമായ രോഗികളും ഉയർന്ന രക്തസമ്മർദ്ദവും തലകറക്കവും മൈഗ്രെയിനും സ്ട്രോക്കും ഹെർണിയയും ഗ്യാസ്ട്രിക് അൾസറുമുള്ളവർ
ഈ അഭ്യാസം ചെയ്യാൻ പാടില്ല. പ്രാണായാമം, നാഡീശോധനം അഥവാ അനുലോമ വിലോമ പ്രാണായാമം. ഇടതും വലതും മൂക്കിലൂടെ സാവകാശം ശ്വാസമെടുക്കുക. ധ്യാനമുദ്രയിൽ ഇരിക്കുക. നട്ടെല്ല് നേരെ വയ്ക്കുക. ശിരസ് ഉയർത്തിപ്പിടിക്കുക. കണ്ണ് അടച്ചു പിടിക്കുക. നീണ്ട ശ്വാസമെടുത്തുകൊണ്ട് ശരീരം വിശ്രമാവസ്ഥയിൽ കൊണ്ടുവരിക. ഇടത് കൈപ്പടം ഇടത് കാൽമുട്ടിൽ ജ്ഞാനമുദ്രയിൽ വയ്ക്കുക. വലത് കൈയ്യ് നാസാഗ്രമുദ്രയിൽ ആയിരിക്കണം. വലതു പെരുവിരൽ വലതു നാസികയിൽ വയ്ക്കുക. ഇടതു നാസികയിലൂടെ ശ്വാസമെടുക്കുക. എന്നിട്ട് അത് അടച്ചു പിടിച്ച് വലതു നാസികയിലൂടെ ശ്വാസം പുറത്തുവിടുക. അടുത്ത തവണ വലതു നാസികയിലൂടെ ശ്വാസമെടുക്കുക. വലതു നാസിക അടച്ചു പിടിച്ച് ഇടതു നാസികയിലൂടെ ശ്വാസം പുറത്തുവിടുക. ഇതാണ് നാഡിശോധൻ അഥവാ അനുലോമ വിലോമ പ്രാണായാമത്തിൻ്റെ ഒരു ചക്രം. 5 ചക്രം കൂടി പൂർത്തിയാക്കാം. അനുലോമ വിലോമ പ്രാണായാമം പുതിയതായി ആരംഭിക്കുന്നവർ ശ്വാസമെടുക്കുന്നതിനും വെളിയിൽ കളയുന്നതിനുമുള്ള സമയം തുല്യമായിരിക്കണം. സാവധാനം ഈ സമയത്തിൻ്റെ അനുപാതം കൂട്ടി 1:2 ആയിരിക്കണം. ശ്വാസം പതുക്കെയും സ്ഥിരവും നിയന്ത്രിതവുമായിരിക്കണം. ഈ പ്രാണായാമത്തിൻ്റെ ലക്ഷ്യം ഊർജത്തിൻ്റെ എല്ലാ പ്രമുഖ മാർഗങ്ങളും ശുദ്ധീകരിച്ച് ശരീരം പുഷ്ടിപ്പെടുത്തുക എന്നതാണ്. ഇത് മനസ്സിനെ ശാന്തമാക്കുന്നു, ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇത് പ്രാണശക്തി വർദ്ധിപ്പിക്കുന്നു, പിരിമുറുക്കത്തിൻ്റെയും ആങ്സൈറ്റിയുടെയും നില കുറയ്ക്കുന്നു. ഇത് കഫസംബന്ധമായ പ്രശ്നങ്ങൾക്കും നിവാരണം നൽകുന്നു. ശീതളി പ്രാണായാമം. ശീത് എന്നതിനർത്ഥം തണുപ്പ്. ഈ പ്രാണായാമം സാധക ചിത്തരെ ശാന്തരാക്കുന്നു, മനസ്സിൻ്റെ ആങ്സൈറ്റി അകറ്റുന്നു. ശീതളി പ്രാണായാമം അതിൻ്റെ പേരിനനുസരിച്ച് ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കുന്നു. പദ്മാസനം അതല്ലെങ്കിൽ ഏതെങ്കിലും സൗകര്യപ്രദമായ ആസനത്തിൽ ഇരിക്കുക. അഞ്ജലി മുദ്ര അതല്ലെങ്കിൽ ജ്ഞാനമുദ്രയുടെ അവസ്ഥയിൽ കൈകൾ മുട്ടിനു മീതെ വയ്ക്കുക. നാക്കിൻ്റെ വശങ്ങൾ മടക്കി ട്യൂബിൻ്റെ ആകൃതിയിലാക്കുക. ട്യൂബ് പോലെയുള്ള ഈ നാക്കിലൂടെ ശ്വാസമെടുത്തുകൊണ്ട് കഴിയുന്നിടത്തോളം ശ്വാസകോശത്തിൽ ശ്വാസം നിറച്ച് വായ് അടച്ചു പിടിക്കുക. 2 നാസാരന്ധ്രങ്ങളിലൂടെയും സാവകാശം ശ്വാസം പുറത്തുവിടുക. ശീതളി പ്രാണായാമം രക്തം ശുദ്ധീകരിക്കുന്നു. ഇത് ശരീരത്തിന് ശീതളത പ്രദാനം ചെയ്യുന്നു. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് ഇത് പ്രത്യേകം ഗുണകരമാണ്. ഇത് വിശപ്പിനും ദാഹത്തിനും ശമനം വരുത്തുന്നു. കഫവും പിത്തവും കാരണമുണ്ടാകുന്ന അജീർണവും മറ്റു വ്യാധികളും അകറ്റുന്നു. ഇത് ചർമ്മത്തിനും കണ്ണുകൾക്കും ഗുണകരമാണ്. ജലദോഷവും കഫദോഷവും ടോൺസിലൈറ്റിസുമുള്ള രോഗികൾ ഈ പ്രാണായാമം ചെയ്യാൻ പാടില്ല. ഭ്രാമരി പ്രാണായാമം. ഭ്രമരമെന്ന് വണ്ടിനാണ് പറയുന്നത്. ഈ പ്രാണായാമത്തിൽ ശ്വാസം പുറത്തുവിടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിന് വണ്ടിൻ്റെ മൂളലുമായി സാമ്യമുണ്ട്. 2 നാസികയിലൂടെയും നീണ്ട ശ്വാസമെടുക്കുക. നിയന്ത്രിതമായ രീതിയിൽ, നീണ്ട സ്ഥിരമായ രീതിയിൽ വണ്ടിൻ്റെ മൂളൽ പോലെ ശബ്ദത്തോടുകൂടി ശ്വാസം പുറത്തുവിടുക. ഇതാണ് ഭ്രാമരി പ്രാണായാമത്തിൻ്റെ ഒരു ചക്രം. 2 ചക്രം കൂടി ആവർത്തിക്കാം. ഇത് നിദ്രയില്ലായ്മയ്ക്ക് നല്ല മരുന്നാണ്. ഇത് ടെൻഷനുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അകറ്റുന്നതിന് വളരെ ഫലപ്രദമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്.
ഇനി ഭ്രാമരി ഷൺമുഖി മുദ്രയിൽ ചെയ്യാം. കാതുകൾ പെരുവിരൽ കൊണ്ട് അടച്ചു പിടിക്കുക. ഇനി ചൂണ്ടുവിരൽ കണ്ണിലും നടുവിരൽ നാസികയിലും മോതിരവിരലും ചെറുവിരലും ചുണ്ടുകളിലും വയ്ക്കുക. മൂക്കു തുറന്ന് 2 ദ്വാരത്തിലൂടെയും ശ്വാസമെടുക്കുക. നിയന്ത്രിത ഗതിയിൽ സാവകാശം വണ്ടിൻ്റെ മൂളൽ പോലെ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ശ്വാസം വിടുക. ഇത് ഏകാഗ്രതയ്ക്കും ധ്യാനം തുടങ്ങുന്നതിൻ്റെ തയ്യാറെടുപ്പിനുമുള്ള പ്രാണായാമമാണ്. ധ്യാനം. വരൂ, ഇനി ധ്യാനത്തിനുള്ള തയ്യാറെടുപ്പിലാവാം. ധ്യാനം ഒരു നിരന്തരമായ ചിന്തനത്തിനുള്ള പ്രക്രിയയാണ്. ധ്യാനത്തിൻ്റെ ഏതെങ്കിലും മുദ്രയിൽ ഇരിക്കുക. നട്ടെല്ല് സൗകര്യപ്രദമായ സ്ഥിതിയിൽ നേരെ വയ്ക്കുക. ജ്ഞാനമുദ്ര സ്വീകരിക്കുക. കൈവെള്ള തുടയ്ക്കുമീതെ മുകളിലേക്കാക്കി വയ്ക്കുക. കൈകളും ചുമലും അയഞ്ഞും സൗകര്യപ്രദമായ സ്ഥിതിയിലുമായിരിക്കണം. കണ്ണ് അടച്ചു പിടിച്ചുകൊണ്ട് മുഖം അല്പം ഉയർത്തി ഇരിക്കുക. നിങ്ങൾ ഏകാഗ്രത പുലർത്തേണ്ട ആവശ്യമില്ല. പുരികങ്ങൾക്കിടയിൽ അല്പം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങളുടെ ശ്വാസഗതിയിൽ ശ്രദ്ധിക്കുക. ധ്യാനം മസ്തിഷ്കത്തിന് ശാന്തതയും സുഖവും പകരുന്നു. ഇത് ഏകാഗ്രതയും ഓർമ്മശക്തിയും ഇച്ഛാശക്തിയും വർദ്ധിപ്പിക്കുന്നു. ഇത് ശരീരത്തിനും മസ്തിഷ്കത്തിനും ശരിയായ വിശ്രമം നൽകി അവയ്ക്ക് വീണ്ടും ചൈതന്യം പകരുന്നു. ഇത് സകാരാത്മക ഭാവം ജനിപ്പിക്കാൻ സഹായകമാണ്. ധ്യാനം നമ്മെ ആത്മാനുഭൂതിയുടെ ദിശയിലേക്ക് കൊണ്ടുപോകുന്നു. ധ്യാനത്തിൻ്റെ സ്ഥിതിയിൽ തുടരുക.
ഞാൻ ഒരു ആരോഗ്യമുള്ള സമാധാനപ്രിയനായ പ്രസന്നനും സ്നേഹവാനുമായ ഒരു മനുഷ്യനാവുമെന്ന് പ്രതിജ്ഞയെടുക്കുന്നു. ഞാൻ എൻ്റെ കർമ്മങ്ങൾ കൊണ്ട് എൻ്റെ ചുറ്റിലും സമാധാനവും സ്നേഹപൂർണമായ അന്തരീക്ഷവും സൃഷ്ടിക്കാൻ ശ്രമിക്കും. ഞാൻ സ്വയം ഈ യോഗയിൽ വിവേകപൂർണമായ ജീവിതം നയിച്ചുകൊണ്ട് വിശ്വബന്ധുത്വത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഭാവനയോടെ സമസ്ത ലോകത്തിനും സ്വയം സമർപ്പിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കും. ഞാൻ വസുധൈവ കുടുംബകം എന്ന തത്വത്തിന് പൂർണ്ണ അർത്ഥം കൽപ്പിച്ചുകൊണ്ട് എല്ലാവരോടും കൃതജ്ഞതാഭാവത്തോടെ ആത്മാർത്ഥമായി പെരുമാറും. ഞാൻ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഓരോരുത്തരുമായും ഐക്യം പുലർത്തുമെന്ന് പ്രതിജ്ഞയെടുക്കുന്നു. सुखिनः सर्वे सन्तु निरामयाः सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखभाग् भवेत् मा कश्चित् दुःखभाग् भवेत्। ॐ शान्ति शान्ति शान्ति।